നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 മാർച്ച് 1 തീയതി ശനിയാഴ്ച, കൊല്ലവർഷം 1200, കുംഭം 17 തീയതി, പൂരുരുട്ടാതി നക്ഷത്രവും ശുക്ലവർഷ ദ്വിതീയ തിഥിയും വരുന്ന ദിവസം ഉദയം 6:42 AM-നും അസ്തമനം 6:32 PM-നും, രാഹുകാലം 9:40 AM മുതൽ 11:08 AM വരെയും, ഗുളികകാലം 6:42 AM മുതൽ 8:11 AM വരെയും, യമകണ്ഠകാലം 2:06 PM മുതൽ 3:34 PM വരെയും ആകുന്നു. രാഹുകാലവും ഗുളികകാലവും യമകണ്ഠകാലവും നമ്മുടെ പുതു പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുമ്പോൾ വർജിക്കുന്നത് നന്നായിരിക്കും. അഭിജിത്ത് മുഹൂർത്തം ഏറ്റവും നല്ല മുഹൂർത്തമാണ്. 12:13 PM മുതൽ 12:35 PM വരെയും, 12:39 PM മുതൽ 1:01 PM വരെയുമാണ് അഭിജിത്ത് മുഹൂർത്തം. ഏത് ശുഭകാര്യവും ചെയ്യുന്നതിന് ഉത്തമമായ സമയമാണ്. ചിങ്ങം രാശിക്കാർക്ക് ചന്ദ്രാഷ്ടമം വരുന്ന ദിവസവുമാണ്, മീനം രാശിയിലായതുകൊണ്ട്. ഇനി നമുക്ക് 27 നക്ഷത്രക്കാർക്കും, അതായത് 12 രാശിക്കാർക്കും ഈ ദിവസം എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത്, ഏതെല്ലാം ദേവതകളെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. കുംഭം രാശിയിലാണ് സൂര്യനും ശനിയും നിൽക്കുന്നത്. എന്നാൽ ചന്ദ്രൻ നിൽക്കുന്നത് മീനം രാശിയിൽ. ചന്ദ്രനും ശുക്രനും ബുധനും സർപ്പവും നിൽക്കുന്നത് മീനൻ രാശിയിലാണ്. വ്യാഴം ഇടവത്തിലും ചൊവ്വ മിഥുനത്തിലും കേതു കന്നിയിലുമായി രാശിചക്രത്തിലെ ഗ്രഹങ്ങൾ അവരുടെ സഞ്ചാരം തുടരുന്നു. ഇനി 12 രാശിക്കാരുടെയും മാർച്ച് 1 എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മേടൻ രാശി. മേടൻ രാശി എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം വരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശ അവസരങ്ങൾ ധാരാളമായി വന്നു ചേരും. വിദേശത്ത് ജോലി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള കടലാസ് എഴുത്തുകുത്തുകളൊക്കെ ശരിയാക്കും. ചിലപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെയുള്ള അല്ലെങ്കിൽ മെഡിക്കലിനൊക്കെയുള്ള ഒരു അറിയിപ്പൊക്കെ വരുവാനുള്ള സാധ്യതയുണ്ട്. പ്രിയജനങ്ങളുമായിട്ട് നല്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്തുകൊണ്ട് അവരിലൊരു ഇഷ്ടം, ഒരു സംതൃപ്തി ഒക്കെ വരുത്തിയെടുക്കാൻ സാധിക്കും. വിവാഹ തടസ്സമുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് പ്രാർത്ഥനകൾ ഒരു പരിധിവരെ സഹായിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങളിലൊക്കെ ഏർപ്പെടുവാനായിട്ട് ശ്രമിക്കും. മാർച്ച് ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എന്തെങ്കിലുമൊക്കെ ഒരു ശുഭകാര്യങ്ങൾ തുടങ്ങി വയ്ക്കും. മക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും സന്തോഷമുണ്ടാകും. ചികിത്സകളിലൊക്കെ ആണെങ്കിൽ ഫലം ചെറിയ തോതിൽ കണ്ടു തുടങ്ങും. അങ്ങനെ ആത്മവിശ്വാസം വർദ്ധിക്കും. മാറ്റിവെച്ച കാര്യങ്ങളൊക്കെ നടത്താനാവും. അതുകൊണ്ട് പൊതുവേ പറഞ്ഞാൽ വീട് പുതുക്കി പണിയാനുള്ള ഒരു തീരുമാനം മനസ്സിലുണ്ടാകും. പുതിയ കോഴ്സ് പഠിക്കാനുള്ള ഒരു തീരുമാനമുണ്ടാവും. അതുപോലെ ഭൂമി വിൽക്കണം എന്നുള്ള, ആ ഭൂമി വിൽക്കാനും പുതിയത് വാങ്ങാനും ഒക്കെയുള്ള ആ ഒരു തടസ്സമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ധർമ്മശാസ്താവിനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, വിഷ്ണുമായ സ്വാമിയെയും അതുപോലെ കരിങ്കുട്ടി ചതൻ സ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും ഒക്കെ പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. നീല നിറത്തിലുള്ള, കരിനീല നിറത്തിലുള്ള വസ്ത്രമോ കറുത്ത വസ്ത്രമോ ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. ശനിയാഴ്ച ആയതുകൊണ്ട് ധർമ്മശാസ്താവിന് നീരാഞ്ജനം കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. രാശിനാഥൻ, അതായത് മീനം രാശിയിലാണ് ചന്ദ്രോദയമുള്ളത്. അതുകൊണ്ട് തന്നെ രാശിനാഥനായ മേടൻ രാശിയുടെ അധിപനായ സുബ്രഹ്മണ്യ സ്വാമിയെയും മീനൻ രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതുകൊണ്ട് മീനൻ രാശിയുടെ നാഥനായ മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുന്നത്, മേടൻ രാശിയുടെ അധിപനായ സുബ്രഹ്മണ്യ സ്വാമിയെയും മീനൻ രാശിയുടെ അധിപനായ മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതൊക്കെ കൂടുതൽ ഗുണഫലങ്ങൾ നൽകും.
ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് 1-ാം തീയതി, ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തികയുടെ അവസാന 3 പാദവും രോഹിണിയും മകയിരത്തിന്റെ ആദ്യ 2 പാദവും ചേരുന്ന 2 നക്ഷത്രക്കാർക്ക് നല്ല ജീവിത പങ്കാളിയുമായി ഒരു സൗഹൃദം നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. നിയമ തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. ഇഷ്ടകാര്യങ്ങൾ നേടിയെടുക്കാനൊക്കെ സാധിക്കും. കച്ചവടക്കാർക്ക് ഒരു അല്പ ലാഭമൊക്കെ കിട്ടുന്ന ദിവസമാണ്. സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ പുഷ്ടിപ്പെടുവാനുള്ള വഴി, ഒന്നിലേറെ മാർഗങ്ങൾ കണ്ടെത്തുവാനായിട്ടുള്ള ഒരു ശ്രമം നടത്തും. ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിക്കുന്നതിനുള്ളൊരു തീരുമാനമുണ്ടാകും. തൊഴിൽപരമായി അല്പം ഉയർച്ചയുണ്ടാകും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിലുള്ള ആശങ്കയൊക്കെ മാറിക്കിട്ടും. വേണ്ടപ്പെട്ടവരുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പറഞ്ഞ് തീർക്കുന്നതിന് സാധിക്കും. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മിഥുനൻ രാശിക്കാർക്ക് പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ മകയിരത്തിന്റെ അവസാന 2 പാദവും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യ 3 പാദവും ചേരുന്ന 2 നക്ഷത്രക്കാരെ സംബന്ധിച്ച് സാമ്പത്തിക സ്രോതസ്സുകൾ ഒന്നിലേറെ കണ്ടെത്തുവാൻ ശ്രമിക്കും. ദീർഘവീക്ഷണത്തോടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള പുതിയ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കും. പഴയ കാര്യങ്ങൾക്ക് പുനർജീവൻ നൽകും. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലിന് ഒരു അറിയിപ്പോ എന്തെങ്കിലും അതിനുള്ള ഒരു ശ്രമമോ വന്നു ചേരുന്നതാണ്. കടബാധ്യതകൾ അല്പസ്വല്പം തീർക്കുവാനാവും. വിവാഹ കാര്യങ്ങളിൽ എന്തെങ്കിലും ആലോചനകൾ ഉറയ്ക്കുന്നതിനുള്ള സാഹചര്യവും വന്നു ചേരാം. പൊതുവേ പറഞ്ഞാൽ ഇഷ്ടകാര്യങ്ങൾ ജീവിത പങ്കാളിക്കും അതുപോലെ തന്നെ തങ്ങൾക്കും കുടുംബത്തിനും ഇഷ്ടപ്പെട്ട ഒരു ക്ഷേത്ര ദർശനമോ ഒരു യാത്രയോ ഒക്കെ നടത്തുവാനായിട്ടുള്ള ഒരു അവസരം വന്നു ചേരും. പൊതുവേ പറഞ്ഞാൽ കച്ചവടം, ചെറുകിട കച്ചവടക്കാർക്ക് അല്പം ഗുണഫലങ്ങൾ വരുന്ന ഒരു ദിവസമാണ് മാർച്ച് 1-ാം തീയതി. കർക്കിടകൻ രാശി. കർക്കിടകൻ രാശിയെ സംബന്ധിച്ചിടത്തോളം പുണർദത്തിന്റെ അവസാന പാദവും പൂയവും ആയില്യവും ചേരുന്ന 2 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗത്ത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെറിയ മികവ് വരുത്തുന്നതിന് സാധിക്കും. അതിനിപ്പം മുടക്കിയ പണം തിരിച്ച് പിടിക്കുവാനുള്ള മാർഗം കണ്ടെത്തും. പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങുവാനായിട്ടുള്ള ഒരു ശ്രമം നടത്തും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾക്കുള്ള ഒരു വഴി തുറന്നു ലഭിക്കും. ഭാവിയിൽ ഗുണകരമാകുന്നതിനുള്ള ചില സംരംഭങ്ങളെ കുറിച്ച് ഒരു പ്രോജക്റ്റ് ഒക്കെ തയ്യാറാക്കി വയ്ക്കും. വീട് പണിയുമായി ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ ഒരു പരിധിവരെ നീങ്ങിക്കിട്ടും. ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യപാദം വരുന്ന 2 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ കാര്യത്തിൽ സന്തോഷിക്കുവാൻ അവസരങ്ങൾ ഉണ്ടാകും. സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കൃതികൾക്ക് എന്തെങ്കിലും അംഗീകാരമോ പ്രോത്സാഹനമോ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പ്രതീക്ഷിക്കാതെ അല്പം പണം കയ്യിൽ വന്നു ചേരും. സാമ്പത്തിക വിഷമതകൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. അലസ്യത മാറ്റിയെടുക്കും. ആരോഗ്യം മെച്ചപ്പെടും. പല രംഗത്തും ഒരു ശുഭപ്രതീക്ഷയോടെ മുന്നേറുവാൻ സാധിക്കും. തൊഴിൽപരമായ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കും. രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഗണപതിക്ക് വഴിപാടുകൾ കഴിക്കുന്നതും അയ്യപ്പസ്വാമിക്ക് നെയ്വിളക്ക് തെളിക്കുന്നതും എല്ലാവിധ ദോഷങ്ങളെയും മാറ്റുന്നതിന് സഹായിക്കും. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ഹനുമാൻ സ്വാമിക്ക് വ്രതമെടുക്കുന്നത്, അതുപോലെ ശ്രീരാമജയം എന്ന് എഴുതുന്നത്, വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ കൂടുതൽ നന്മകൾ നൽകുന്നതാണ്. കന്നിരാശി. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രത്തിന്റെ അവസാന പാദവും അത്തവും ചിത്തിരയുടെ ആദ്യ 2 പാദവും ചേരുന്ന 2 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വീട് നവീകരിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കും. കരാർ പണി ചെയ്യുന്നവർക്ക് അല്പം കോൺട്രാക്റ്റിൽ നിന്ന് അല്പം ലാഭമൊക്കെ ലഭിക്കുന്ന ദിവസമാണ്. ആരോഗ്യകാര്യങ്ങളിലുള്ള വിഷമതകളൊക്കെ കുറേശ്ശെ മാറിക്കിട്ടും. സാമ്പത്തിക രംഗത്ത് പുതിയ വഴിത്തിരിവുകൾ വന്നു ചേരും. അംഗീകാരങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്ക് പുതിയ ഇടപാടുകാരെ ലഭിക്കും. തൊഴിൽപരമായ ആനുകൂല്യങ്ങൾ ലഭിക്കും. മാതാപിതാക്കളുടെ സ്വത്തുമായിട്ടുള്ള തർക്കങ്ങളെല്ലാം പരിഹരിച്ചു കിട്ടും. പല രംഗത്തും ഉയർച്ചയുണ്ടാകുന്ന ഒരു ദിവസം
ദിവസമാണ് മാർച്ച് 1-ാം തീയതി. മൂകാംബിക ദേവിയെയും വരാഹി ദേവിയെയും പ്രാർത്ഥിക്കുന്നതും ശാസ്താവിനും അതുപോലെ തന്നെ വിഷ്ണുമായ സ്വാമിക്കും കരിങ്കുറ്റിയാൻ മൂർത്തിക്കുമൊക്കെ പ്രാർത്ഥന ചെയ്യുന്നതും കരിനീല വസ്ത്രം ധരിക്കുന്നത്, കറുപ്പ് വസ്ത്രം ധരിക്കുന്നത്, നീരാഞ്ജനം തെളിക്കുന്നതൊക്കെ ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. ഇനി തുലാരാശി എന്ന് പറയുമ്പോൾ ചിത്രയുടെ അവസാന 2 പാദവും ചോതിയും വിശാഖത്തിന്റെ ആദ്യ 3 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വീട് നവീകരിക്കുന്നതിനുള്ള ഒരു ഏർപ്പാടുകൾ ചെയ്തു വയ്ക്കും. കരാർ പണി ചെയ്യുന്നവർക്ക് അനുകൂലമായൊരു സാഹചര്യം വന്നു ചേരും. എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ദൃഢപ്പെടുത്തുന്നതിനുള്ള ഒരു മുന്നൊരുക്കം, അതിനു വേണ്ടിയിട്ട് ഒരു മുൻകൈ എടുക്കും. ആരോഗ്യകാര്യത്തിൽ പുതിയ ചികിത്സാ രീതികൾ പരീക്ഷിച്ചു നോക്കും. അതുപോലെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന സർക്കാർ സഹായങ്ങൾ ലഭിക്കും. സ്നേഹബന്ധങ്ങൾ സമ്പുഷ്ടമാവും. ആരോഗ്യം വീണ്ടെടുക്കും. പൊതുവെ സ്വസ്ഥതയും മനസമാധാനവും ഒക്കെ വരുന്ന ഒരു ദിവസമാണിത്. പ്രിയജനങ്ങളെ സഹായിക്കുന്നതിനും വീട്ടുകാര്യങ്ങൾ യഥായോഗ്യം നിറവേറ്റുന്നതിനും സാധിക്കും. മാതാപിതാക്കളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകും. രാശിനാഥനായ മഹാലക്ഷ്മിയെ ശനിയാഴ്ചയാണെങ്കിൽ പോലും ശാസ്താവിന് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്ന, നെയ്വിളക്ക് തെളിക്കുന്നതും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതും ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. വൃശ്ചിക രാശി വിശാഖത്തിന്റെ അവസാന 3 പാദവും അനിഴയും തൃക്കേട്ടയും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രിയജനങ്ങളെ സഹായിക്കുന്നതിനുള്ള സാധ്യതകൾ ഉണ്ടാകും. വീട്ടുകാരുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കും. മാതാപിതാക്കളുടെ കാര്യങ്ങളിലും കുട്ടികളുടെ കാര്യങ്ങളിലുമൊക്കെ ഒരു പരിപൂർണ പരിചരണം, അവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകും. എടുത്തുചാട്ടവും സാഹസികതയും എല്ലാം നിയന്ത്രിക്കും. നഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. പഠിച്ചതിനോടൊക്കെ അനുബന്ധമായ തൊഴിൽ, ഇതുവരെ ചെയ്തിരുന്ന തൊഴിൽ നിന്നും മാറി പുതിയ ജോലി ചെയ്യാനുള്ള സാധ്യത വന്നു ചേരും. എഴുത്തും വായനയ്ക്കുമൊക്കെ കൂടുതൽ സമയം കണ്ടെത്തും. ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് ശ്രമിക്കും. നീലവസ്ത്രം ധരിക്കുന്നതും ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യ പാദം വരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ മാറ്റങ്ങൾ ഉണ്ടാവുന്ന കാലമാണ്. വലിയ വ്യവസായ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യും. പരീക്ഷകളിൽ വിജയം ഉറപ്പാക്കാം. വിവാഹ കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ തീരുമാനങ്ങൾ ഉണ്ടാകും. പുതിയ തൊഴിൽ മേഖല തിരഞ്ഞെടുക്കും. വീട്ടിൽ ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങൾ പ്ലാൻ ചെയ്യും. അകൽച്ചയുള്ളവരെ ഏകോപിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടത്തും. പൊതുവെ എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് വന്നു ചേരുന്നത്. പരിശ്രമത്തിലൂടെ പല നേട്ടങ്ങളും കൈവരികയും മറ്റുള്ളവരുമായി ആ നേട്ടങ്ങളെക്കുറിച്ച് സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യും. സംഭവബഹുലമായ പരിപാടികളിൽ ഏർപ്പെടും. നഷ്ടങ്ങളൊക്കെ നികത്തുന്നതിന് സാധിക്കും. പൊതുവെ പറഞ്ഞാൽ മാർച്ച് 1-ാം തീയതി ഒരു നല്ല ദിവസമായിട്ടാണ് ധനുരാശിക്കാർക്ക് ഇടുന്നത്. രാശിനാഥനായ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുന്നതിന് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. ശനീശ്വരന് നെയ്വിളക്ക് കത്തിക്കുന്നത്, വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, നീരാഞ്ജനം തെളിക്കുന്നതൊക്കെ എല്ലാവിധ ശനിദോഷങ്ങളും മാറി എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിന് ഈ ദിവസം ധനുരാശിക്കാർക്ക് സാധിക്കുന്നതാണ്. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടത്തിന്റെ അവസാന 3 പാദവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ 2 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഇടപാടുകൾ വർദ്ധിക്കും. ഭാഗ്യം പല രീതിയിലും തുണയ്ക്കും. സർക്കാർ സഹായങ്ങൾ ലഭിക്കും. കേസുകളൊക്കെ ചിലപ്പോൾ അനുകൂലമായി വരുന്നതിനുള്ള സാഹചര്യമുണ്ടാവും. ചർച്ച, മധ്യസ്ഥത എന്നിവയിലൊക്കെ വിജയിക്കും. ജോലിയിൽ അംഗീകാരം ലഭിക്കും. ഭാവിയിൽ ശ്രേയസ് ഉണ്ടാവാനുള്ള ശ്രമങ്ങൾ വരും. വീട്ടിൽ ഒരു ഭജനയോ മംഗളകർമ്മങ്ങളോ നടത്തും. അതിലൊക്കെ സന്തോഷവും സമാധാനവും കണ്ടെത്തും. പൊതുവെ പറഞ്ഞാൽ
വ്യാഴപ്രീതിയുള്ള എന്നാൽ ശനീശ്വരന് മൂല്യം നൽകുന്ന രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരം. വിഷ്ണുപ്രീതി കൂടി ചെയ്ത് എല്ലാം നല്ല രീതിയിൽ വരുവാൻ തേടേണ്ടതാണ്. ഹനുമാൻ സ്വാമിയെയും മഹാവിഷ്ണുവിനെയും ഒരേപോലെ പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ ഗുണഫലങ്ങളും നൽകും. കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടത്തിന്റെ അവസാന 2 പാദവും ചതയവും പൂരിട്ടാതിയുടെ ആദ്യം 3 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ച് അന്യരിൽ നിന്ന് സഹായമുണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ പ്രതീക്ഷിച്ചത്ര മാർക്കുകളോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച രീതിയിൽ പരീക്ഷയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരും. വേണ്ട പെർഫോമൻസ് കാഴ്ചവെക്കാതിരിക്കും. എന്നിരുന്നാൽ പോലും ശനീശ്വരനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എല്ലാം ഭംഗിയായി ചെയ്യാൻ സാധിക്കും. ഒരു ശകലം പതർച്ചയൊക്കെ വന്നിട്ട് പിന്നീട് പെട്ടെന്ന് അങ്ങോട്ട് കാര്യങ്ങൾ അനുകൂലമായി വരുന്നത് കാണാം. ജോലി മാറ്റം നന്നാവും. മാതൃകാപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരും. ഇഷ്ട വിഷയങ്ങൾ പഠിക്കും. അതിൽ തന്നെ പഠിച്ച കാര്യങ്ങൾ തന്നെ പരീക്ഷിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ വർദ്ധിക്കും. ചർച്ചയിലും മധ്യസ്ഥതയിലും ഒക്കെ വിജയിക്കും. ജോലിയിൽ അംഗീകാരവും പ്രോത്സാഹനവും ഒക്കെ ലഭിക്കും. പുതിയ ശ്രേയസ് ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ സർക്കാരിൽ നിന്നും എന്തെങ്കിലും അംഗീകാരമോ പ്രോത്സാഹനമോ ലഭിക്കുന്നതിനുള്ള മാർഗം തെളിഞ്ഞു വരുന്നതാണ്. മീനൻ രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രാശിയിൽ തന്നെ ചന്ദ്രൻ വരുന്നതും അതുപോലെ ബുധനും ശുക്രനും ചന്ദ്രനും സർപ്പവും എല്ലാം ചേർന്ന് വരുന്നത് കൊണ്ട് കുറേ നാളായി അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ശമനം വരികയും സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാവുകയും വ്യാപാരികൾക്ക് അല്പസ്വല്പം നേട്ടമുണ്ടാവുകയും വേണ്ടപ്പെട്ടവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നത് മൂലം അല്പം ഗുണം വന്നു ചേരുകയും വിദേശയാത്രയ്ക്കുള്ള പേപ്പർ വർക്കുകളൊക്കെ ശരിയാവും. പുതിയ ജോലിക്കുള്ള ഓർഡറുകൾ വരും. വിദ്യാർത്ഥികൾക്ക് അല്പം അനുകൂലമായ എന്തെങ്കിലും പ്രതീക്ഷിക്കാവുന്ന എന്തെങ്കിലും സന്ദേശങ്ങൾ ലഭിക്കും. അന്യരിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക നേട്ടം വർദ്ധിക്കും. അതുപോലെ തന്നെ എല്ലാ രംഗത്തും ഉത്സാഹവും അതുവഴി പുതിയ സാഹചര്യങ്ങളെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുവാനുള്ള ഒരു മാർഗനിർദ്ദേശം ലഭിക്കും. വീട്ടിൽ ആഘോഷങ്ങളും അതുപോലെ തന്നെ സന്തോഷങ്ങളും പങ്കുവയ്ക്കുവാൻ സാധിക്കും. ഇണയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി സന്തോഷപൂർണമായ ഒരു ജീവിതം വന്നു ചേരും. എല്ലാം കൊണ്ടും ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരുവാൻ ഈ മാർച്ച് 1 ശനിയാഴ്ച എല്ലാവരും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, നെയ്ദീപം തെളിക്കുക, വിഷ്ണുമായ സ്വാമി, കുട്ടിച്ചാത്തൻ സ്വാമി, അയ്യപ്പ സ്വാമി ഇവരെയൊക്കെ പ്രാർത്ഥിക്കുന്നത് മൂലം അതോടൊപ്പം തന്നെ രാശിനാഥന്മാരെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. ഒരുപാട് ശുഭകാര്യങ്ങൾ നടക്കേണ്ട മാർച്ച് മാസത്തിൻ്റെ 1-ാം ദിവസം ഏറ്റവും ശോഭനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സുബ്രഹ്മണ്യ സ്വാമിയെയും അതുപോലെ ഹനുമാൻ സ്വാമിയും പ്രാർത്ഥിച്ച് എല്ലാ ഗുണഫലങ്ങളും അനുഭവിക്കട്ടെ, അതിനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.